ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രുക്മിണി ഭഗവാന്റെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുവാണ്. എൻ്റെ ഭഗവാനെ, എല്ലാം തകർന്ന ലക്ഷണമാണല്ലോ. പലിശയ്ക്ക് പൈസ വാങ്ങിച്ചവരെല്ലാം കാര്യമായിട്ട് പലിശ കൊണ്ടും തരുന്നതുമില്ല. സുഖമില്ലാത്ത ഇവളെ ഇവിടെ ഇട്ടിട്ട് എനിക്ക് പലിശ പിരിക്കാൻ പോകാൻ നേരവുമില്ല. എല്ലാം ഒന്ന് നേരെയാക്കി തരണേ. രമ്യയുടെ മനസ്സിന് ഒരു സമാധാനം കൊടുക്കണേ. മറ്റൊരാളെ കല്യാണം കഴിച്ച് പോകാനുള്ള താല്പര്യം കൊടുക്കണേ. അവളുടെ കല്യാണം ഒന്ന് എത്രയും പെട്ടെന്ന് നടത്തി തന്നാൽ ഞാൻ അവിടെ വന്ന് എൻ്റെ ഭഗവാൻ ഒരു വെണ്ണ നൈവേദ്യം നടത്തിക്കൊള്ളാവേ എന്നൊക്കെ നമ്മുടെ പലിശക്കാരി രുക്മിണി ഭഗവാന്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കുവാണ്. രമ്യയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ ഇരിക്കുവാണ്. രുക്മിണി അപ്പോൾ മരുന്നും വെള്ളവും ഒക്കെ ആയിട്ട് രമ്യയുടെ അടുത്തോട്ട് വരുവാണ്. അത് കണ്ടിട്ട് രമ്യ ചോദിക്കുന്നു, ഇതെന്താ? അത് മരുന്നും ഗുളികയാ? ഇതെന്തിനാ? അസുഖം മാറാൻ? അതിന് ആർക്കാ അസുഖം? എൻ്റെ പൊന്നു മോളെ, ആ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ ഒരു കോഴ്സ് കൂടെ കഴിക്കണമെന്നാ. അതിന് എനിക്കല്ല അസുഖം, അയാൾക്കാ. ഈ മരുന്ന് കൊണ്ടുപോയി അയാളുടെ തലയിലോട്ട് ഒഴിച്ചു കൊടു. രുക്മിണി മോളേന്ന് രമ്യയെ വിളിക്കുമ്പോൾ നിങ്ങൾ പോകുന്നുണ്ടോ എൻ്റെ മുന്നിൽ നിന്ന് എന്നും പറഞ്ഞ ദേഷ്യത്തോടെ രമ്യ അവിടെ നിന്ന് മാറി നിൽക്കുവാണ്. രമ്യയുടെ ഈ ചാട്ടം കണ്ടിട്ട് രുക്മിണി ചോദിക്കുന്നത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ കടിച്ചു കീറി തിന്നാൻ വരുന്നത്? വയ്യാത്ത വേലയ്ക്ക് പോയിട്ട് എന്നെ നാണം കെടുത്തിയതും പോരാ, ഇപ്പം അവൾ എൻ്റെ മേക്കിട്ട് കയറാൻ വരുന്നോ? നീ ഇവിടെ ഇങ്ങനെ തള്ളയും തല്ലി ഇരുന്നോ? അവരെ അവിടെ അടിപൊളിയായിട്ട് ജീവിക്കുക. ഇന്നാ നശിച്ചവൻ്റെ പിറന്നാളാ. അവനും അവളും ആ വേണുവും കൂടെ ക്ഷേത്രത്തിലോട്ട് പോയിരിക്കുക. ഉടനെ രമ്യ ചോദിക്കുന്നു, രാധമ്മയും പ്രിയേച്ചിയൊന്നും പോയില്ലല്ലോ? അതെങ്ങനെ പോകാനാ? ആ മന്ത്രിയുടെ മോളും രാധമ്മയും പ്രിയയൊക്കെ ആയിട്ട് ഭയങ്കര വഴക്കല്ലേ? അത് കേട്ട് ചിരിച്ചിട്ട് രമ്യ പറയുന്ന, വഴക്കാണല്ലോ, എനിക്കത് കേട്ടാൽ മതി. എൻ്റെ രമ്യയെ, നീ അവിടെ കാര്യമൊക്കെ അങ്ങ് മനസ്സിൽ നിന്ന് വിട്. ഞാൻ മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുക്കാം. ഏതെങ്കിലും നല്ല ഒരു ചെറുപ്പക്കാരൻ ഒത്തിണങ്ങി വന്നാൽ നിന്റെ കല്യാണം അങ്ങ് നടത്താം. അതിന് എൻ്റെ കല്യാണത്തെക്കുറിച്ചൊന്നും ഓർത്ത് അമ്മ തല പോയിക്കണ്ട. അതെന്താ രമ്യ നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അയാളെ തന്നെ കല്യാണവും കഴിക്കും. അത് കേട്ടിട്ട് രുക്മിണിക്ക് ദേഷ്യം വരും. അതാരാ? ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടരോ? രമ്യ അത് കേട്ടിട്ട് പറയാം, മുത്തുപ്പട്ടരും ഷേണായി ഒന്നും അല്ല, രാജു. എടി രമ്യ, നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവൻ്റെ കല്യാണവും കഴിഞ്ഞു. അവൻ്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് അവനവൻ്റെ ഭാര്യയും കൊണ്ട് നടക്കുവാണ്. അവനെ തൽക്കാലം അവളുടെ കൂടെ തന്നെ അങ്ങ് നടക്കട്ടെ. അതൊക്കെ ഞാനങ്ങ് ക്ഷമിച്ച് കൊടുത്തേക്കാം. എൻ്റെ ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റമില്ല. ഒന്നുകിൽ ഞാൻ അവനോടൊപ്പം ജീവിക്കും, അല്ലെങ്കിൽ അവനെയും കൊണ്ട് ഞാനങ്ങ് പോകും. എൻ്റെ മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? അമ്മ പേടിക്കുകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് എനിക്ക് രാജുവിനോടുള്ള പ്രണയത്തെക്കുറിച്ചാണ്. ഋതികയും രാജുവിനെയും ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ വന്നതുപോലെ തിരികെ പോവുകയും ചെയ്യും. അവളങ്ങനെ രാജുവിനെ വിട്ട് പോയില്ലെങ്കിലേ ഞാൻ അവളെ അങ്ങ് കൊല്ലും. എന്നിട്ട് എൻ്റെ രാജുവിനോടൊപ്പം ഞാൻ ജീവിക്കും. രുക്മിണി അത് കേട്ടിട്ട് പറയാ, നീ അവളെ കൊല്ലാനേ, അവൾ ബ്രോയിലർ കോഴിയൊന്നും അല്ല. സൂര്യമംഗലം കൊട്ടാരത്തിലെ പെണ്ണാണ്. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഏക മകളും. നീ അവളെ കൊല്ലുവെന്നോ? രമ്യ പറയാ, ഞാൻ പറഞ്ഞത് സത്യവാ. രാജുവിനെ എനിക്ക് വേണം. അവന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറില്ല. എനിക്ക് ഉറപ്പുണ്ട് രാജുവിനെ വിട്ട് ഇവള് പോകുമെന്ന്. എൻ്റെ ഈ കഴുത്തിൽ രാജുവിന്റെ മിന്നുമാല വീഴും, അല്ലെങ്കിൽ ഞാൻ വീഴ്ത്തും. അതുവരെ ഞാൻ പൊരുതും. രമ്യയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് രുക്മിണി പറയാ, എൻ്റെ ദൈവമേ, എന്തൊരു പരീക്ഷണമാ. വളരെ സന്തോഷത്തോടുകൂടി രാജുവും ഋതിയും അമ്പലത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ വേണുവേട്ടൻ അങ്ങോട്ട് വന്നിട്ട് പറയുക, ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ അങ്കിളെ എന്നിങ്ങനെ ഋതിക ചോദിക്കുമ്പോൾ, രാജുവിൻ്റെ പിറന്നാൾ ദിവസം രാധമ്മ പ്രത്യേകം നടത്തുന്ന വഴിപാടാണ് പൂപ്പറ. ഇവന് 2 വയസ്സുള്ളപ്പം മുതൽ നടത്തുന്ന വഴിപാടാണത്. ഇവൻ്റെ ആയുസ്സിന് തന്നെ ആപത്തുള്ള ഒരു രോഗം വന്നപ്പോൾ അവൾ വഴിപാടായിട്ട് നേർന്നതാണ്. ദേവിയുടെ നാളും ഇവൻ്റെ നാളും ഒന്നു തന്നെയാണ്, മകം. ഇന്ന് പൂപ്പറ നടത്തണം. രാജു ചോദിക്കുന്നു, പൂപ്പറ ദേവിക്ക് സമർപ്പിക്കണമെങ്കിൽ അമ്മ വേണ്ടേച്ചാ? എന്തോ മന്ത്രജപമൊക്കെ ഇല്ലേ? അത് കേട്ടിട്ട് വേണുവേട്ടൻ പറയുക, മന്ത്രങ്ങളൊക്കെ ഉണ്ട്, അത് തിരുമേനി മോക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടത് മോള് നടത്തിയാൽ മതി. അമ്മയ്ക്ക് വരാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുവടാ? ഋതിക പറയുന്നു, അങ്കിളെ, അത് രാധമ്മ തന്നെ നടത്തേണ്ട വഴിപാടല്ലയോ? നെൽപ്പറയും മഞ്ഞൾപ്പറയും പൂപ്പറയും എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഉണ്ട്. പക്ഷേ അകന്നാളിലെ പൂപ്പറയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. 10-26 കൊല്ലം കൊണ്ട് രാധമ്മ നടത്തിപ്പോരുന്നതാണ് ഈ വഴിപാട്. എന്തായാലും നിങ്ങൾ വാ എന്നും പറഞ്ഞ് വേണുവേട്ടൻ ഋതികയും രാജുവിനെയും കൊണ്ട് ശ്രീകോവിലിന്റെ മുന്നിലോട്ട് പോവുകയാണ്. ഋതിക കണ്ണടച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ദേവി, രാജുവിന് ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ. സമാധാനവും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നൽകണേ. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കാത്തുകൊള്ളണേ. അപ്പോൾ തിരുമേനി വന്നിട്ട് പറയും, ആഹാ, പിറന്നാളുകാരൻ വന്നല്ലോ. രാജുവിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും എന്നിങ്ങനെ തിരുമേനി പറയുമ്പോൾ, നന്ദി തിരുമേനി എന്ന് രാജുവും പറയുന്നുണ്ട്. അല്ല, രാധമ്മ എവിടെ? അവൾ വന്നില്ല, അവൾക്ക് നല്ല പനിയാ. അത് കഷ്ടമായല്ലോ എന്ന് തിരുമേനി പറയുക. രാജുവിൻ്റെ പിറന്നാളിനുള്ള പ്രത്യേക വഴിപാടല്ലേ പൂപ്പറ? പിറന്നാളുകാരൻ്റെ അമ്മ തന്നെയല്ലേ ദേവിക്ക് അത് സമർപ്പിക്കേണ്ടത്? അത് കേട്ടിട്ട് വേണുവേട്ടൻ ചോദിക്കുന്നു, അതിപ്പോൾ അവൻ്റെ ഭാര്യ ചെയ്താൽ മതിയാകുമോ തിരുമേനി?
അത് കേട്ടിട്ട് തിരുമേനി പറയുന്നു, അമ്മ ചെയ്യേണ്ട കാര്യം അമ്മ തന്നെ ചെയ്യണം. മന്ത്രങ്ങളൊക്കെ തിരുമേനി കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ മതി. വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ തിരുമേനി പറയുന്നു, ഒരു ഗത്യന്തരമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ദേവിക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ, എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. മോളെ, വർമ്മസാറിന് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നെന്ന് ഋതിക പറയുന്നുണ്ട്. എനിക്ക് വർമ്മസാറിനെ ഒന്ന് കാണണം, ഞാൻ അങ്ങോട്ട് വരാം. കഴിഞ്ഞ ദിവസം മോളുടെ മുത്തശ്ശി ഇവിടെ വന്നിരുന്നു, സൂര്യമംഗലത്തെ സരസ്വതി അമ്മയും മോളുടെ അനുജത്തിയും കൂടെ. തിരുമേനി പറയുക, എൻ്റെ അച്ഛനാ രാജന്റെ ജാതകം എഴുതിയത്, വലിയ നാരായണൻ നമ്പൂതിരി. ആ ജാതകത്തിൽ പറഞ്ഞതുപോലെ വള്ളി പുള്ളി തെറ്റാതെ അതുപോലെ തന്നെ നടന്നില്ലേ? അത് കേട്ടിട്ട് വേണുവേട്ടൻ പറയുന്നുണ്ട്, ശരിയാ തിരുമേനി, രാജുവിന് ഭാര്യ രാജകുമാരിയായി വരുമെന്ന ജാതകത്തിൽ എഴുതി തന്നത്. അത് കേട്ട് രാജുവും ഋതികയും കൂടെ മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുന്ന കണ്ടുകൊണ്ട് തിരുമേനി പറയുക, സാക്ഷാൽ രാജകുമാരി തന്നെ വന്നില്ലേ വേണുവേട്ട? സർവ്വഗുണങ്ങളുമുള്ള ഒരു പെൺകുട്ടിയെ, എല്ലാ സ്വഭാവ ഗുണങ്ങളുമുള്ള ഒരു ചെറുപ്പക്കാരന് ഭാര്യയായി കിട്ടുന്നു. അതൊരു അപൂർവ ഭാഗ്യം തന്നെയാ. ദേവി രണ്ടുപേരെയും ആവോളം അനുഗ്രഹിച്ചിരിക്കുന്നു. പൂപ്പറയ്ക്കും മറ്റുള്ള വഴിപാടുകൾക്കുള്ള ഒരുക്കങ്ങൾ മോള് തന്നെ ചെയ്തോളൂ. മോള് പേടിക്കണ്ട, മന്ത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. എന്നാലും രാധമ്മ ചെയ്യേണ്ടതായിരുന്നു. തിരുമേനി അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടം വരുന്നുണ്ട്. എന്നാൽ ശരിയെന്നും പറഞ്ഞ് തിരുമേനി ശ്രീകോവിലിനകത്തോട്ട് പോവുകയാണ്. വേണുവേട്ടൻ പറയുന്നു, മോള് വിഷമിക്കണ്ട, ഗണപതി ഹോമം രാവിലെ തന്നെ കഴിഞ്ഞു. ഇനിയുള്ള വഴിപാടുകൾ നടത്തിയല്ലേ പറ്റൂ. ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് മോള് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. അങ്ങനെ പറഞ്ഞിട്ട് വേണുവേട്ടൻ അങ്ങോട്ട് പോവുകയാണ്. രാജു ഋതികയോട് പറയുന്നു, മേഡം നന്നായിട്ട് പ്രാർത്ഥിക്ക്. ഈ സമയം പുറത്തോട്ട് പോകാൻ ഒരുങ്ങുന്ന രാധമ്മയോട് പ്രിയ വന്നിട്ട് ചോദിക്കുന്നു, അമ്മയിലെങ്ങോട്ട് പോവുക? രാധമ്മ പറയുക, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്, ഞാൻ പോയിട്ട് വന്നിട്ടെല്ലാം പറയാം. ഈ സമയം ജനലിൻ്റെ അടുത്ത് നിന്ന് കൊച്ചമ്മണി രാധമ്മയെ നോക്കുവാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നു, ഇവൾ ഉടുത്തൊരുങ്ങിൽ എങ്ങോട്ട് പോകുന്നു? ഭർത്താവും മോനും മരുമകളും അമ്പലത്തിൽ പോയപ്പം പിന്നെ ഈ പോക്ക് എങ്ങോട്ടാ? ഇതിലെന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ. ഇതിനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. സംശയം തീർക്കാനായിട്ട് കൊച്ചമ്മണി രാധമ്മയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, അല്ല രാധമ്മ തറവാട്ടമ്മയുടെ വേഷം കെട്ടിയൊക്കെ എങ്ങോട്ടാ? ഒട്ടും സൂഹിക്കാത്ത രീതിക്ക് രാധമ്മ പറയാ, അതെ ഞാൻ തൊഴിലുറപ്പിന് പോവുക. ഇത് പുത്തൻതോട്ടിലെ പായല് വാരിക്കളയുന്ന പണിയാ. നിങ്ങളെല്ലാം അവിടെ കാത്തു നിൽപ്പുണ്ട്, എന്താ വരുന്നോ? അത് കേട്ടിട്ട് കൊച്ചമ്മണി പറയാ, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, കാര്യം ചൂലാണ് എൻ്റെ ആയുധം. അത് നല്ല അന്തസ്സോടുകൂടി ഞാൻ എവിടെയും പറയും. പക്ഷെ ഞാൻ ആ ചൂല് ഏന്തിയതേ കണ്ട അലവലാദികളുടെ വീട്ടിലൊന്നും അല്ല, നല്ല നല്ല ഒന്നാന്തരം പ്രമാണിമാരുടെ വീട്ടിലാ. ചൂല് എനിക്ക് എന്നും ഒരു കിരീടം തന്നെ ആയിരിക്കും. അവിടെ മാറുന്ന ജയൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ജയൻ പറയാ, പിന്നെ തലമുടി ചൂല് പോലെ ഇരിക്കുന്നതാ ഇവരുടെ കിരീടം. കൊച്ചമ്മണി പറയാ, രാധമ്മ ഇനി തൊഴിലുറപ്പിന് പോയാലോ അതോ ഇനി മൈക്കാട് പണിക്ക് പോയാലോ എനിക്കൊന്നുമില്ല. ഞാനൊരു ഓൾ ഇന്ത്യൻ ടൂർ പ്ലാൻ ചെയ്തിരിക്കുക. എനിക്കതിന് അടുത്ത ആഴ്ച പോകണം. രാധമ്മയ്ക്ക് ദേഷ്യം വരും, നിങ്ങൾ എവിടെങ്കിലും പോ, അതിന് എനിക്കെന്താ എന്നും പറഞ്ഞ് രാധമ്മ അവിടെ നിന്ന് പോകുമ്പോൾ പ്രിയ വന്നിട്ട് ചോദിക്കുക, അമ്മ പറഞ്ഞത് നേരാണോ? അമ്മ ടൂറിന് പോകുന്നുണ്ടോ? അതെന്താടി, ഈ രാജ്യം മുഴുക്ക ഞാൻ ചുറ്റി സഞ്ചരിച്ചാൽ എനിക്കെന്താ, കഴിക്കുവോ? അല്ല, ഇനി നിനക്ക് കഴിക്കുമോ? പ്രിയയ്ക്ക് വീണ്ടും സംശയം, ഇന്ത്യ മാത്രമാണോ അതോ വിദേശ രാജ്യത്തേക്കും പോകുന്നുണ്ടോ? അതെ, എനിക്ക് ഇന്ത്യക്ക് പുറത്ത് പോകണമെങ്കിൽ വിമാന ടിക്കറ്റ് കൊണ്ട് മാത്രം പോരല്ലോ, വിസയും വേണ്ടേ? ആ ലിസ ലിസ. അത് കേട്ടിട്ട് ജയൻ പറയാ, എടി വിസയ്ക്കാടി ഇവര് ലിസ ലിസ എന്നൊക്കെ പറയുന്നത്. ജയൻ മനസ്സിൽ പറയാ, ദൈവമേ, ആ ലാപ്ടോപ്പിന്റെ മുഴുവൻ കമ്മീഷനും ഇവരുടെ അക്കൗണ്ടിലോട്ട് വന്ന് നിറയുവാണല്ലോ. എന്തായാലും പിടിവീഴും, പുറകെ ഞാനും അകത്താവുമല്ലോ. പ്രിയയ്ക്ക് വീണ്ടും സംശയം, അമ്മേ നിങ്ങൾ പറയുന്ന നേരാണോ അമ്മേ? പിന്നെ ഞാൻ എന്തിനാടി നിന്നെ പോലെ ഉള്ളവരോടൊക്കെ നുണ പറയുന്നത്? അല്ല, ഇന്ത്യയിലെ ഏതൊക്കെ സ്ഥലത്തേക്കാ അമ്മ പോകുന്നത്? കൊച്ചമ്മണി പറയാം, ഇതൊക്കെ നീ എന്തിനാ അറിയുന്നത്? എന്തായാലും നിന്നെ നിന്റെ ഭർത്താവിനെയും കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു കറക്കം. പിന്നെ ഡൽഹിയിൽ പോയി താമസിച്ചിട്ട് കുറെ മന്ത്രിമാരെയൊക്കെ ഒന്ന് കാണണം. ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഞാൻ നിന്നോട് പറയാം. ഈയോട് ഇതൊക്കെ പറയുമ്പോൾ നോക്കി നിൽക്കുന്ന ജയനോട്, മാറി നിൽക്കടാ പെങ്കോന്താ എന്നും പറഞ്ഞ് തള്ളിയിട്ട് കൊച്ചമ്മണി അവിടുന്ന് പോവുകയാണ്. ജയൻ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുമ്പോൾ പ്രിയ ചോദിക്കുന്നു, ജയേട്ടാ ഇവർക്ക് ടൂറ് പോകാനൊക്കെ എവിടുന്ന ഈ കാശ്? അതെനിക്കെങ്ങനെ അറിയാം പ്രിയെ? എന്തായാലും ഇത്തരം കാര്യങ്ങൾക്കൊന്നും നിങ്ങളുടെ അമ്മ നുണ പറയില്ല. ടൂറ് പോകാൻ തന്നെ അവരുടെ പരിപാടി. ഇതിന് പോകാനുള്ള കാശ് എന്നും പറഞ്ഞ് സംശയത്തോടെ പ്രിയ ജയനെ നോക്കുന്നുണ്ട്. എന്തിനാ പ്രിയ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ജയേട്ടാ ഇവരുടെ കയ്യിൽ പൂത്ത കാശുണ്ട്, അതെനിക്ക് ഉറപ്പാ. എനിക്കൊരു സംശയമുണ്ട്. അതെന്താ പ്രിയ നിനക്കൊരു സംശയം? ഇവരൊരു വരദരാജ മുതലിയാരെ കുറിച്ച് എപ്പോഴും പറയാറില്ലേ? ഇവരാ മുതലിയാരെ കൊന്നിട്ടുണ്ടാകും, എന്നിട്ട് അയാളുടെ കാശ് മേടിച്ചോണ്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. എടി പ്രിയ നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറഞ്ഞ സത്യമാ ജയേട്ടാ. എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രിയ അവിടെ നിന്ന് പോവുകയാണ്. ഞാനവിടെ കൊണ്ട് ആലോചിക്കോ, എൻ്റെ ദൈവമേ ഈ തള്ള എന്നെ ജയിലിലെ മട്ടം തീറ്റിക്കുവോ? വേണുവേട്ടൻ അമ്പലത്തിൽ നിന്ന് പറയുക, എൻ്റെ ദേവി എത്ര പഞ്ചപാവമായിരുന്നു എൻ്റെ രാധ, ഇവളെന്താ ഇങ്ങനെയായിപ്പോയത്? മുമ്പൊക്കെ ഇതേ ദിവസം ഇങ്ങനെ ആയിരുന്നോ? രാജു അവൾക്ക് ജീവനായിരുന്നു. അവൻ്റെ പിറന്നാൾ ദിവസം
എത്ര സന്തോഷമായിരുന്നു. ഈ സമയം രാധമ്മ അമ്പലത്തിലോട്ട് വരികയാണ്. രാധമ്മ വന്നത് കണ്ട് ഋതിക സന്തോഷത്തോടെ നിൽക്കുവാണ്. രാജു വേണുവേട്ടന്റെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നു, അച്ഛാ വിഷമിക്കല്ലേ, എന്നാലും നിന്റെ അമ്മ ഇങ്ങനെ മാറിപ്പോയല്ലോടാ മോനെ. അതിന് മാറിപ്പോയതല്ലല്ലോ അച്ഛാ, മാറ്റിയെടുത്തതല്ലേ. വേണുവേട്ടൻ പറയും, ആരൊക്കെ അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാലും അവൾക്ക് നിന്നെ മറന്ന് ജീവിക്കാൻ പറ്റുമോ? എന്താടാ ഇങ്ങനെയൊക്കെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രാജു പറയാ, അമ്മ വെറും പാവമല്ലേ അച്ഛാ, ആർക്കും പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും. വേണുവേട്ടൻ പറയുന്നത്, ശരീരത്തിൽ എന്തോ ബാധ കയറിയതുപോലെയാണ് അവളുടെ പെരുമാറ്റം. ഹൃദയമോളോട് എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്, അവിടെ ഭാഷ തന്നെ അങ്ങ് മാറിപ്പോയി. ഇക്കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ പലവട്ടം വിഷമിച്ചതല്ലേ അച്ഛാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വേണുവേട്ടൻ രാജുവിനോട് പറയാ, ആ കൊച്ചമ്മണി നമ്മുടെ വീട്ടിൽ എന്ന് കയറി വന്നോ അന്ന് മുതൽ വീട് അലങ്കോലമായി. എത്ര വൃത്തികെട്ട സ്വഭാവം ആ സ്ത്രീക്ക്. ആ സ്ത്രീയെ അടിച്ചിറക്കിയിട്ട് പുണ്യവെള്ളം തളിക്കണം. അതൊക്കെ ഇനി പെട്ടെന്ന് പ്രാക്ടിക്കലാകുന്ന കാര്യമാണോ അച്ഛാ? അത് അളിയൻ്റെ അമ്മയല്ലേ. ഒരളിയനും പെങ്ങളും. കാര്യം അവളെൻ്റെ മോളാ. പക്ഷേ കാര്യം എങ്ങനെ പറയാതിരിക്കും? അവൻ ഒരു പണിക്കും പോവില്ല. അവനാണെങ്കിൽ ഒരു ഉളുപ്പുമില്ല ഇങ്ങനെ ഇത്തിൽ കണ്ണികളെ പോലെ ജീവിക്കാൻ. അപ്പോൾ ഋതിക അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, അങ്കിളെ വിശേഷ പൂജയ്ക്കുള്ള സമയമായി. വേണുവേട്ടൻ ചോദിക്കുന്നു, മോൾക്ക് ആ പൂജയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതുവരെ മോൾ ഈ പൂജകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ദൈവം എന്ന് വെച്ചാൽ കരുണയല്ലേ അങ്കിളെ? നമ്മുടെ കണ്ണീരിന് മുന്നിൽ അലിയാത്ത ഏത് ദൈവമാണുള്ളത്? ശ്രീകോവിലിന്റെ മുന്നിൽ വന്നു നിന്ന് രാധമ്മ പ്രാർത്ഥിക്കുവാൻ, എൻ്റെ ദേവി, എൻ്റെ മോനെ കാത്തോളിനെ 2 വയസ്സു മുതൽ ഞാൻ നടത്തുന്ന ഇവിടുത്തെ വിശേഷ പൂജയായ പൂപ്പറ. പക്ഷെ അവൻ്റെ ഈ പിറന്നാളിന് എനിക്കത് മുടക്കേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കണേ ദേവി. ഞാൻ ചെയ്തു പോകുന്നത് എൻ്റെ ശരികളാ. ഞാനെടുത്ത തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഞാൻ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ച് തിരികെ പോകാൻ വന്നതാ. എൻ്റെ മോനെ കാത്തോളിനെ എന്നിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ് രാധമ്മ. വേണുവേട്ടൻ ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിക്കുവാണ്, ദേവി സർവേശ്വരി, എൻ്റെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരണേ. സമാധാനവും സന്തോഷവും നിലനിർത്തി തരണേ. എല്ലാവരെയും കാത്തുരക്ഷിക്കണേ. എൻ്റെ കുടുംബത്തെ എല്ലാവരെയും ദേവി നീ കാത്തുരക്ഷിക്കണേ. രാജുവും പ്രാർത്ഥിക്കുവാണ്, അമ്മേ ദേവി ഞങ്ങളെ കാത്തോണേ. എൻ്റെ അമ്മയുടെ മനസ്സൊന്ന് മാറ്റി തരണേ ദേവി. അമ്മയുടെ ഈ പിണക്കം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണേ എൻ്റെ ദേവി. എൻ്റെ അമ്മ മനസ്സ് മാറി വരണേ മഹാമായേ. രാജു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് വിഷമത്തോടെ രാജുവിനെ നോക്കുവാണ് ഋതിക. ഈ സമയം തിരുമേനി പ്രസാദവുമായി അവരുടെ അരികിലേക്ക് വരുന്നു. തിരുമേനി പറയുവാണ്, ഇനി രാജുവിന്റെ പിറന്നാളിൻ്റെതായ വിശേഷ പൂജയും പൂപ്പറ സമർപ്പിക്കലുമാണ്. പിറന്നാളുകാരൻ്റെ മാതാവ് ചെയ്യേണ്ടതാണ്. മാതാവിന് വരാൻ സാധിക്കാത്തതുകൊണ്ട് തൽക്കാലം ഇത് ഭാര്യയ്ക്ക് ചെയ്യാം. കുട്ടി പൂപ്പറ സമർപ്പണവും പൂജയും തുടങ്ങിക്കോളൂ. ഋതിക അത് കേട്ട് മടിച്ചു നിൽക്കുവാണ്. അത് കണ്ടിട്ട് തിരുമേനി പറയുന്നു, സമയമായി കുട്ടി. ഋതിക വിഷമത്തോടുകൂടി പറയുന്നത്, അത് ഞാനല്ലല്ലോ തിരുമേനി ചെയ്യേണ്ടത്. അല്ല, രാജുവിൻ്റെ അമ്മയാണ് ചെയ്യേണ്ടത്. രാജുവിൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം ആചാരം നമ്മൾ തിരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് മോള് ചെയ്തോളൂ എന്ന് തിരുമേനി പറയുമ്പോൾ ഋതിക പറയുക, ആചാരങ്ങൾ തിരുത്താൻ എനിക്ക് പേടിയാണ് തിരുമേനി. കുട്ടി എന്തൊക്കെയായി പറയുന്നത്? പിന്നെ പൂജ ഇതെങ്ങനെ നടക്കും? ഈ പൂജ ചെയ്യേണ്ട ആൾ ഇവിടെ തന്നെയുണ്ട്. ആ അമ്മയ്ക്ക് ഒരുപാട് നാൾ ഈ മകനെ അങ്ങനെ അകറ്റി നിർത്താൻ പറ്റില്ല. ഋതിക അങ്ങനെ പറയുന്നത് കേട്ട് അമ്പരന്ന് നിൽക്കുവാണ് രാജുവും വേണുവേട്ടനും. അപ്പോഴവിടേക്ക് വന്ന രാധമ്മ കണ്ണ് നിറഞ്ഞ് അവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ രാജുവും ഋതികയും വേണുവേട്ടനും രാധമ്മയെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുവാണ്. രാജു സന്തോഷത്തോടുകൂടി ഋതികയോട് പറയാം, മേഡം എൻ്റെ അമ്മ. രാധമ്മയെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് ഋതിക രാധമ്മയെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഋതികയും കെട്ടിപ്പിടിക്കുവാണ് രാധമ്മ. ഇത് കണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുവാണ് വേണുവേട്ടനും രാജു. ഋതിക കരഞ്ഞുകൊണ്ട് രാധമ്മയോട് പറയുന്നു, ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ രാധമ്മയെ കണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മമാര് മക്കളോട് ക്ഷമിക്കും. എന്നോട് ക്ഷമിക്കില്ലേ രാധമ്മേ? എൻ്റെ മോളേന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് കവളിൽ പിടിച്ച് മുത്തം കൊടുക്കുവാണ് രാധമ്മ. എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് പറ്റിപ്പോയത് ഈ രാധമ്മയ്ക്കാ. എൻ്റെ മോള് രാധമ്മയോട് ക്ഷമിക്കണം. കരഞ്ഞുകൊണ്ട് തന്നെ ഋതിക രാധമ്മയോട് പറയുന്നു, അമ്മ വാ എന്നും പറഞ്ഞ് രാധമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഋതിക വരികയാണ് വേണുവേട്ടൻ്റെയും രാജുവിൻ്റെയും അടുത്തോട്ട്. അമ്മയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുവാണ് രാജു. കുട്ടിക്കരഞ്ഞുകൊണ്ട് രാധുവിനെ ചേർത്ത് പിടിക്കുകയാണ് രാധമ്മ. ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞു നിൽക്കുവാണ് വേണുവേട്ടനും ഋതികയും. രാജു പറയാ, എൻ്റെ അമ്മ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അമ്മയ്ക്ക് എന്നെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റില്ലല്ലോ. എൻ്റെ മോനേന്ന് വിളിച്ച് വീണ്ടും രാധമ്മ രാജുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എന്നിട്ട് വേണുവേട്ടൻ്റെ അടുത്ത് വന്ന് കയ്യിൽ പിടിച്ചിട്ട് വേണുവേട്ട എന്ന് രാധമ്മ വിളിക്കുവാണ്. വേണുവേട്ടൻ പറയുന്നു, സന്തോഷമായിടി, അതും ഈ അമ്പലത്തിൽ വെച്ച്. എൻ്റെ ഈ കൂരമ്പുകാവിൽ അമ്മ കൈപിടിച്ച് കൊണ്ടുവന്നതാ രാധയെ എന്ന് തിരുമേനി പറയുന്നുണ്ട്. സങ്കടങ്ങൾ കാണുന്ന ദേവിയെ അതിന് പരിഹാരവും ഉണ്ടാക്കി തരും. രാധമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂജയും പൂപ്പറ സമർപ്പണവും ആരംഭിച്ചോളൂ. അങ്ങനെ ആയുസ്സിനും ആരോഗ്യത്തിനും സകല സൗഭാഗ്യത്തിനും എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിച്ചോളൂ.
രാധമ്മ അങ്ങനെ പൂപ്പറ സമർപ്പിക്കുകയാണ്. ചുറ്റുമുള്ള സ്ത്രീകൾ കുരവയിടുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുവാണ് രാജുവും ഋതികയും വേണുവേട്ടനും. തിരുമേനി പറയുന്നു, ദേവിയുടെ വഴിപാടാണ് അരനാൾ, ഇത് മധുരമായി രാധമ്മ തന്നെ രാജുവിന് കൊടുത്തോളൂ. അങ്ങനെ സന്തോഷത്തോടെ രാജു രാധമ്മയുടെ കയ്യിൽ നിന്ന് ആ പ്രസാദം വാങ്ങി കഴിക്കുവാണ്. ഇക ചോദിക്കുന്നു, സന്തോഷമായില്ലേ രാജു? അപ്പോൾ തന്നെ വേണുവേട്ടൻ പറയുന്നു, അവൻ്റെ അമ്മയെ കണ്ടപ്പോൾ തന്നെ അവന് സന്തോഷമായല്ലോ. തിരുമേനി പറയുന്നു, കുടുംബത്തിൽ എന്തെല്ലാം തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും അതെല്ലാം പരിഹരിക്കുന്ന മരുമകൾ ആ വീടിന്റെ വിളക്ക് തന്നെയാണ്. അത് കേട്ട് രാധമ്മ പറഞ്ഞു, എനിക്ക് ചില തെറ്റുകൾ പറ്റിപ്പോയി തിരുമേനി. എൻ്റെ ഭർത്താവിനെയും എൻ്റെ മോനെയും പൊന്നുപോലുള്ള ഈ കുഞ്ഞിനെയും ഞാൻ തെറ്റിദ്ധരിച്ചു. ഇടയ്ക്കൊന്ന് തെറ്റിപ്പോയെങ്കിലും പണ്ട് ഞാൻ ഒരുപാട് മോഹിച്ചിരുന്നതായിരുന്നു ഈ കുഞ്ഞിനെ എനിക്ക് മരുമകളായിട്ട് കിട്ടിയിരുന്നെങ്കിലെന്ന്. ഇത് ദേവിയാണ്, സാക്ഷാൽ ദേവി തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ സന്തോഷത്തോടെ രാജുവും ഋതിക ഇങ്ങനെ നോക്കുവാണ്. എന്നാൽ നമുക്കിനി ഇറങ്ങാം എന്ന് വേണുവേട്ടൻ പറയുമ്പോൾ തിരുമേനി പറയുന്നു, ഗണപതി ഹോമത്തിൻ്റെയും അരനാഴിപ്പായസം എല്ലാം വാങ്ങിച്ചുകൊണ്ട് വേണം പോകാൻ. വേണുവേട്ടൻ ദേവിയെ വീണ്ടും പ്രാർത്ഥിക്കുവാണ്. എൻ്റെ ദേവി എല്ലാം പരിഹരിച്ച് സമാധാനപരമായി തന്നതിന് വളരെ നന്ദി ദേവി എന്നൊക്കെ പറഞ്ഞ് വേണുവേട്ടൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുവാണ്. ഈ സമയം ഹരീഷിൻ്റെ അടുത്തോട്ട് രുക്മിണിയമ്മ വന്നിട്ട് ചോദിക്കുന്നു, ഹരീഷേ നീ ഇപ്പോൾ തിരക്കിലാണോ? ഇപ്പം തിരക്ക് കുറവാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഓട്ടോക്കാരും ഓട്ടോയും ഒക്കെ വന്ന് നിറയും. എനിക്കൊരു മാന്യതയുണ്ട്, എങ്ങനെയെങ്കിലും ഞാനൊന്ന് ജീവിച്ചോട്ടെ. അത് കേട്ടിട്ട് രുക്മിണി പറയുക, നിന്നെ വളർത്തി വലുതാക്കി വിട്ടത് ഞാനാ. അമ്മ പറഞ്ഞത് കറക്റ്റ് അമ്മേ, വളർത്തി വലുതാക്കി അടിച്ചു വിട്ടെങ്കിലേ അത് നിന്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ടാടാ എന്നിങ്ങനെ രുക്മിണി പറയുവാണ്. അതേ അമ്മേ, എൻ്റെ കയ്യിലിരിപ്പ് അല്പം മോശമാ. അങ്ങനെയുള്ള എന്നെ എന്തിനാ അമ്മ കാണാൻ വന്നത്? അതെ, ഞാൻ നിന്റെ അമ്മയായതുകൊണ്ട് ഏതൊരു അമ്മയ്ക്കും മക്കളെ മറക്കാൻ പറ്റത്തില്ല. അമ്മ എന്തിനാ വന്നതെന്ന് വെച്ചാൽ എളുപ്പം പറയമ്മേ. എനിക്ക് ഓട്ടം വന്നാൽ ഞാനങ്ങ് പോകും. ഞാൻ ഈ ഓട്ടോ ഓടിച്ചാണ് ജീവിക്കുന്നത്, അല്ലാതെ പലിശ മേടിച്ചിട്ടല്ല. അതേടാ, ആ പലിശ മേടിച്ച കാശ് കൊണ്ടാടാ നിന്നെ ഞാൻ ഊട്ടി വളർത്തിയത്. അപ്പോൾ ആ ഊട്ടി വളർത്തിയതിൻ്റെ കണക്ക് ചോദിക്കാനാണോ അമ്മ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? എടാ, ഞാൻ നിന്നെ കാണാൻ വന്നത് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനെന്താ? അമ്മ പറഞ്ഞോ. എൻ്റെ അച്ഛൻ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് കുറേ നാളായി. അയാളുടെ തറവാട്ടിലാണ്. അങ്ങേരുടെ ജീവനും കൊണ്ട് പോയി, അല്ലാതെ ഞാനെന്തോ പറയാന്? ഹരീഷ് അങ്ങനെ പറഞ്ഞപ്പോൾ രുക്മിണി പറയുക, നിന്റെ മുള്ളും മുനയും വെച്ചുള്ള വർത്തമാനം കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. രമ്യയുടെ അവസ്ഥ ഇപ്പോഴും വളരെ മോശമാണ്. വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് അവൾ പോകുന്നത്. എന്തവസ്ഥ എന്നിങ്ങനെ ഹരീഷ് ചോദിക്കുമ്പോൾ രുക്മിണി പറയുന്നു, അവൾക്ക് ഇപ്പോഴും രാജുവിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുക. അതിന് അവനൊരു ഭാര്യയില്ലേ, ആ മന്ത്രിയുടെ മകള്. അപ്പോൾ മറ്റൊരു ഭാര്യയായിട്ട് ഇരിക്കാനാണോ അവൾ ആഗ്രഹിക്കുന്നത്? ആ മന്ത്രിയുടെ മകളെ കൊന്നിട്ടാണെങ്കിലും അവൾ രാജുവിനെ കെട്ടുവെന്നാണ് പറയുന്നത്. എന്നാലേ കൊല്ലാനങ്ങോട്ട് ചെല്ലാൻ പറ, അവൾ നിന്ന് തരും. അഥവാ കൊന്നിട്ട് തന്നെ രാജുവിൻ്റെ ഭാര്യയായിട്ടൊന്നും ഇരിക്കത്തില്ല, വല്ല സെൻട്രൽ ജയിലിലും ആയിരിക്കും പോയി കിടക്കാൻ പോകുന്നത്. അവൾക്ക് മുഴുവട്ട് വല്ല മെൻ്റൽ ഹോസ്പിറ്റലും കൊണ്ടുപോകും, അല്ലെങ്കിൽ വല്ല സൈക്കാട്രിസ്റ്റിനെയും കാണിക്കും. ആ രാജു പറഞ്ഞത് എത്ര ശരിയായിരുന്നു. അവൻ ഇവളോട് പ്രേമമൊന്നും ഇല്ലായിരുന്നു, ഇവളാ അവൻ്റെ പുറകിന് നടന്നത്. എടാ മോനെ, അമ്മയ്ക്കൊരു സമാധാനമില്ല. എൻ്റെ മോൻ എല്ലാം മറന്ന് നീ വീട്ടിലോട്ട് വാ. എല്ലാം മറന്നെന്ന് വെച്ചാൽ മോനെ, നമ്മുടെ കുടുംബം ആകെ തകർന്നിരിക്കുക. നീ വീട്ടിലോട്ട് വരണം. ഞാൻ വീട്ടിലോട്ട് വന്നാൽ അമ്മ എൻ്റെ ഭാര്യയെ സ്വീകരിക്കുമോ? അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാ, അവളെ ഒരിക്കലും ഞാൻ സ്വീകരിക്കില്ലെന്ന്. നീ വീട്ടിലോട്ട് വാ മോനെ. അന്തസ്സായിട്ട് മോനെ വേറൊരു പെണ്ണിനെ അമ്മ കല്യാണം കഴിച്ചു തരാം. അത് കേട്ടിട്ട് ഹരീഷ് പറഞ്ഞു, എന്നെ പ്രസവിച്ച അമ്മയായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇതിന് നല്ല മറുപടി പറഞ്ഞേനെ. എൻ്റെ മോനെ, നീ ഓട്ടോ ഓടിച്ചൊന്നും കഷ്ടപ്പെടണ്ട. അമ്മേ, ജീവിക്കാനും കുടുംബം പോറ്റാനുമേ ഞാൻ ഈ ഓട്ടോ ഓടിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. പിന്നെ നിങ്ങളുടെ ആങ്ങളെയായിട്ട് നഷ്ടപ്പെടുത്തിയ എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വീണ്ടെടുത്ത് താമസിയാതെ എനിക്ക് നല്ല ജോലിയും കിട്ടും. ഞാനും എൻ്റെ ഭാര്യയും അങ്ങനെ അന്തസ്സായിട്ട് ഒരുമിച്ച് ജീവിക്കും. നാട്ടുകാരുടെ പൈസ വാങ്ങിച്ച് മുന്നേറുന്നതിനേക്കാൾ നന്നായിട്ട് തന്നെ ഞാൻ നല്ല അന്തസ്സോടുകൂടി തന്നെ ജീവിക്കും. അതെൻ്റെ വാശിയാണ്. നിങ്ങളുടെയൊക്കെ മുന്നിൽ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണം എന്നുള്ള വാശി. ഒരു മകളുള്ളതിനെ അമ്മ കൊഞ്ചിച്ച് വഷളാക്കി. അവൾ പറയുന്ന മണ്ടത്തരത്തിനെല്ലാം കൂട്ടുനിന്ന് അവളെ ഒടുവിൽ ഭ്രാന്തിയാക്കി. ഇതെല്ലാം കണ്ട് സഹികെട്ട് അച്ഛൻ്റെ പാട്ടിനും പോയി. അത് കേട്ട് പൊട്ടിക്കരുന്ന രുക്മിണിയോട് പറഞ്ഞു, ഇതേ പബ്ലിക് പ്ലേസാ, ഇവിടെ കിടന്ന് നാണം കെടുത്തരുത്. അമ്മ ഓട്ടോയിലോട്ട് കയറി, അമ്മയെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്നും പറഞ്ഞ് രുക്മിണിയെ ഓട്ടോയിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് വിടുവാണ് ഹരീഷ്. രാധമ്മ രാജുവിനോടും ഋതികയോടും പറയുക, കഴിഞ്ഞ കുറേ ദിവസമായി എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. അത് കേട്ടിട്ട് ഋതിക പറയാം, അതെല്ലാം ഇപ്പം കഴിഞ്ഞു പോയില്ലേ രാധമ്മേ, ഇനി അതൊക്കെ അങ്ങ് മറന്നേക്ക് എന്ന് ഋതികയും രാജുവും പറയുന്നുണ്ട്. രാധമ്മയെ ചേർത്ത് പിടിച്ചോണ്ട് ഋതിക പറയുക, ഞങ്ങളുടെ രാധമ്മ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലേ, ഇതിൽ പരം ഒരു സന്തോഷം വേറെ എന്താണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്? ഋതിക രാധമ്മയോട് പറയുന്നു, രാധമ്മേ, വേണുവങ്കൾ വലിയ സന്തോഷത്തിലാണ്, എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അമ്മയെ ഈ അമ്പലത്തിൽ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ അച്ഛനാ. എൻ്റെ കല്യാണം കഴിഞ്ഞ് അമ്മയുടെ മാറ്റം കണ്ട് ഒരുപാട് സങ്കടപ്പെട്ടതും എൻ്റെ അച്ഛനാ.
ഈ സമയം കൊച്ചമണി ഫോൺ ചെയ്ത് ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്. കുളു മണാലിയിലോ എവിടേക്കോ പോകണമെന്നോ, ഞാൻ സാധാരണ തൂപ്പുകാരി അല്ലെന്നോ, ഇപ്പോൾ വലിയ പണക്കാരിയാണെന്നൊക്കെയാണ് പറയുന്നത്. ജയൻ കൊച്ചമണിയോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ കാശ് കൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യം വിമാനത്തിലൊരു കറക്കം, പിന്നെ തിരികെ വന്നിട്ടൊരു ബംഗ്ലാവ് മേടിക്കണം. കുറഞ്ഞതൊരു 20 അടിച്ചുതളിക്കാരിയെങ്കിലും ജോലിക്ക് വെക്കണം. അടിച്ചു തൂപ്പുകാരി എന്ന നിലയിൽ ഞാൻ കുറേ അധികം ചീത്തവിളി കേട്ടിട്ടുണ്ട്. അതിനുള്ള പ്രതികാരം എനിക്ക് വീട്ടണം. പിന്നെ പല സൈസിലുള്ള കടിക്കുന്ന കുറേ പട്ടികളെ എനിക്ക് മേടിക്കണം. അതെന്തിനാമേ എന്ന് ജയൻ ചോദിക്കുമ്പോൾ കൊച്ചമണി പറയാം, അത് നിന്നെയും പിച്ചക്കാരെ ഓടിക്കാൻ. തള്ളെ, ഇപ്പം തന്നെ പ്രിയയ്ക്ക് നിങ്ങളെ സംശയം തോന്നിയിരിക്കുക. നിങ്ങളുടെ കയ്യിൽ അമിതമായി പണം കുമിഞ്ഞുകൂടുന്നെന്നാ പറയുന്നത്. അവളോട് പോയി വല്ല പണി നോക്കാൻ പറയടാ. രാധമ്മ ഋതിയോടും വേണുവേട്ടനോടും രാജുവിനോടും പറയുന്നു, ഈ പിണക്കം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതിപ്പോൾ ജയനോ ജയൻ്റെ അമ്മയോ പ്രിയയോ ഒന്നും അറിയണ്ട. അങ്ങനെയുള്ള തീരുമാനത്തിൽ അവരെല്ലാവരും കൂടെ വീട്ടിലോട്ട് വരുവാണ്. പ്രിയ രാജുവിന് പിറന്നാൾ സമ്മാനമായിട്ട് രാജുവിന് ഷർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. വേണുവേട്ടൻ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നു, രാധ എവിടെ, എൻ്റെ പ്രധാന ശത്രു എന്ന് ചോദിക്കുന്നുണ്ട്. രാധമ്മ ഋതിയോടും രാജുവിനോടും വേണുവേട്ടനോടും പിണക്കത്തിലാണെന്ന് കരുതിയാണ് അവരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വളരെ നാളുകൊണ്ട് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു നല്ല മുഹൂർത്തം തന്നെയാണ് ആ അമ്പലത്തിൽ നടന്നത്. കൊച്ചമ്മണിയും ജയനും പ്രിയയൊക്കെ വിചാരിച്ചാൽ പോലും രാധമ്മയുടെ മനസ്സ് മാറില്ല. രാധമ്മയുടെ ദേഹത്ത് കയറിയിരുന്ന ബാധയെല്ലാം ആ അമ്പലത്തിലെ ദേവി മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഇനി അവരുടെ സന്തോഷകരമായ ജീവിതവും അതുകണ്ട് സഹിക്കാൻ പറ്റാതെ രമ്യ കാണിക്കുന്ന ക്രൂരതകളും എല്ലാം അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.